السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 18ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും തറാവീഹ് അടക്കമുള്ള സർവ്വ സുകൃതങ്ങളും അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അല്ലാഹ്. മുഅ്മിനീങ്ങളാകുന്ന നമുക്കുള്ളതാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത നന്മകൾ എടുത്തു പറയാതിരിക്കുക എന്നുള്ളത്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 262 മുതൽ 264 വരെയുള്ള വചനങ്ങൾ ഓതിക്കൊണ്ട് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകളെ ഒരിക്കലും വൃഥാവിലാക്കരുത്. അത് എടുത്തു പറയലോടുകൂടി ജനങ്ങൾക്ക് ഞാൻ ഇന്നത് കൊടുത്തു, ഞാൻ ഇത്ര അവന് സ്വതക്ക ചെയ്തു, ഞാനാണ് അവന് സ്ഥലം നൽകിയത്, ഞാനാണ് അവന് വീട് വെച്ചു കൊടുത്തത്, ഞാനാണ് അവന് വാഹനം നൽകിയത്, എന്റെ ഔദാര്യത്തിലാണ് അവൻ കഴിയുന്നത്, റമദാനിലെ കിറ്റ് ഞാൻ അവന് വിതരണം ചെയ്തു, അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ സുഭിക്ഷതയുണ്ടായത് എന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ് നമ്മൾ ചെയ്തതാകുന്ന നന്മകളുടെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഈ വിഷയത്തിൽ വളരെ മർമ്മപ്രധാനമാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നാളെ പടച്ചറബിന്റെ ദർബാറിൽ മഹ്ശറിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ നിലകൊള്ളുമ്പോൾ അല്ലാഹു കാരുണ്യത്തോടുകൂടി നോക്കാത്ത, അവന്റെ ശുപാർശ ലഭിക്കാത്ത, വളരെ വേദനാജനകമാകുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന 3 വിഭാഗക്കാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. അതിലൊന്ന് അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരാണ്. അത്തരത്തിലുള്ള സഹോദരങ്ങളെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും നാളെ മഹ്ശറിൽ കരുണയുടെ നോട്ടം അവരിലേക്ക് നോക്കുകയും ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തത് വൽ മുൻഫിഖു സൽഅതുഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന മനുഷ്യനാണ്. കള്ളസത്യം ചെയ്തുകൊണ്ട് ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നതാകുന്ന കച്ചവടക്കാർ, അവർ തീർച്ചയായും അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായിത്തീരും. മൂന്നാമതാണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം വൽ മന്നാൻ, ഈ ദുനിയാവിൽ സദക്ക ചെയ്തവൻ, മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തവൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തവൻ, ആ നന്മകളെ ജനങ്ങൾക്ക് മുമ്പാകെ എടുത്തു പറഞ്ഞ് അവരെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. ലോകർ മുഴുവനും അല്ലാഹുവിലേക്ക് കാരുണ്യം പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ പ്രതീക്ഷിക്കാത്ത വിഭാഗമായി, അവന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന വിഭാഗമായി അവർ ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് നന്മ ചെയ്താലും, 10 പേരെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചാലും ആരും അറിയാതെ രഹസ്യമായി നമ്മൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത നിലയ്ക്ക് നീ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വതക്കകളെല്ലാം അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട അമലായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.